നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ചത് സമഗ്രമായി പരിശോധിക്കുകയാണ് നമ്മൾ. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഷിരൂരിലേക്കാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയെ ഗംഗാവലി പുഴയിൽ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ വീൽ ജാക്ക് കണ്ടെത്തി. 40 അടി താഴ്ചയിൽ നടത്തിയ പരിശോധനയിലാണ് ജാക്ക് കണ്ടെത്തിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെയാണ് മാൽപയെ ഗംഗാവലി പുഴയിൽ തിരച്ചിലിന് ഇറങ്ങിയത്. ರಾತ್ರಿ ಆಯ್ತಲ್ಲ, ಇನ್ನು ನಾಳೆ ಕಾಲ ಇನ್ನು 3 ನಾಳು ನಂಗೆ ഇവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ സ്റ്റോപ്പ് നാളെ കാലിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ. പിന്നെ 3 നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ 3 നാൾ മിനിറ്റുണ്ട്. ലോകേഷ്, ജഗന്നാഥ്, പിന്നെ അർജുൻ അവരുടെ ബോഡി ഞങ്ങൾ വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോകും. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ ഈശ്വർ മാൽപെ അദ്ദേഹം സ്വന്തം റിസ്കിൽ അവിടെ ഇറങ്ങുന്നു. പിന്തുണ കാർവാർ MLA-യുടേത് മാത്രമാണ്. പക്ഷേ അതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അർജുൻ്റെ ലോറിയുടേത് തന്നെയാണ് ആ ജാക്ക് എന്നുള്ളത് സ്ഥിരീകരിച്ചോ? അനുജ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിൽ ഞാനിപ്പോൾ ഉള്ളത്, അതായത് ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള ജഗന്നാഥിൻ്റെ കുടുംബമാണ് നിലവിൽ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് അവരിപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്ത് ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. അവരുടെ 3 മക്കളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ മുഴുവൻ ഫാമിലിയും നിലവിൽ ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് ഈശ്വർ മാൽപെ തെരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയവരാണ്. അത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. യു ആർ ഓൾസോ വെയിറ്റിംഗ് മെനി ഡേയ്സ് ഫോർ Yes, we are waiting for my father dead body. Anything, any identity of my father. We are not getting anything. Simply coming and going, only that much. 29 days over. Tomorrow 1 month will go. No strong search for that. No strong search. He's also working that tea stall. He's working as supplier and cook in that tea stall. On that day he came at 7 o'clock only. And 8:50 we got the news. Then we came here. Nothing is there. Only plants, light. Nothing is there. 3 doctors, sir. 3 daughters. And full family. And my mother. You come there, hear the news about Ishwar Malpe? Yes, sir. Today we came. They told tomorrow morning 8 o'clock we'll start the work. Your family also coming tomorrow also? Yes, sir. Tomorrow will come. അനുജ, നമ്മൾ സംസാരിച്ചത് ഈ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള, അതായത് അർജുനൊപ്പം തന്നെ കാണാതായിട്ടുള്ള ജഗന്നാഥിൻ്റെ കുടുംബമാണ്. അവരുടെ മകളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അവരും കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്ന ആ ഒരു പ്രതീക്ഷയോടെ അവരും കാത്തിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. കുറച്ചുകൂടി തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് അവരും ആവശ്യപ്പെട്ടിരുന്നു. കാരണം നിലവിൽ ഈശ്വർ മാൽപയുടെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ് അവർ ഈ ഗംഗാവലി പുഴയോരത്ത് വീണ്ടും എത്തിയത്. അവർ നാളെ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ, അത് ഈശ്വർ മാൽപെ തന്നെ പറഞ്ഞു, അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള ആ തെരച്ചിലാണ്, ആ പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ നാളെയും ഇവിടെ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് അർജുന്റെ ലോറിയുടെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? നേരത്തെയൊക്കെ അത് മനാഫും സഹോദരനും ഒക്കെ അതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമോ? മറ്റൊന്ന്, നാളത്തെ തെരച്ചിൽ എങ്ങനെയാകും? അനുജ, നിലവിൽ ഇപ്പോൾ അത് മനാഫിൻ്റെ ലോറിയുടെ ഭാഗമാണ് എന്ന് വീൽ ജാക്കാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഈ ടാങ്കർ ലോറികളുടേതാണ് എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട്. അത് അവരുടെ ലോറിയുടേതല്ല. അതിലൊന്ന് ഒരു ഡോറിൻ്റെ ഒരു പാർട്ടാണ്, മറ്റൊന്ന് ഒരു ലോറിയുടെ തന്നെ ഒരു വശത്തുള്ള ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു ഭാഗമാണ്. അത് രണ്ടും മനാഫിൻ്റെ ലോറിയുടേതല്ല എന്ന് അവർ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ വീൽ ജാക്ക് മനാഫിൻ്റെ ലോറിയുടേതാണ് എന്ന്, അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് മനാഫും സ്ഥിരീകരിക്കുന്നുണ്ട്. മനാഫിനേക്കാൾ ആ ലോറിയെ കുറിച്ച് അറിയുന്നത് മനാഫിൻ്റെ അനുജനാണ്. ആ അനുജനും അത് സംബന്ധിക്കുന്ന വിവരം തന്നെയാണ് നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരവധി ആൾക്കാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ്. നാളെ തെരച്ചിൽ 8:30 ആരംഭിക്കുക. രാവിലെ 8:30 കുറച്ചുകൂടി വിപുലമായിട്ടുള്ള തെരച്ചിലുണ്ടാകും എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് ഈശ്വർ മാൽപയും അതോടൊപ്പം തന്നെ അവരുടെ 3 സംഘാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ഡൈവർമാർ അവർക്കുണ്ട്. വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഡൈവർമാർ ഈശ്വർ മാൽപയ്ക്കൊപ്പം തന്നെ അവർക്കുണ്ട്.
നിലവിൽ ഇപ്പോൾ അവർ 3 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. 2 ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ 2 ബോട്ടുകളാണ്, മോട്ടോർ ബോട്ടുകളാണ് അവർക്ക് സഹായമായി എത്തിയിട്ടുള്ളത്. പക്ഷേ നാളെ കൂടുതൽ നേവിയുടെയും SDRFിൻ്റെ ഒക്കെ സംഘം ഉണ്ടാകുമെന്നാണ് മഞ്ചേശ്വരം MLA ജില്ലാ കളക്ടറുമായി സംസാരിച്ച ഘട്ടത്തിൽ അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ വിപുലമായിട്ടുള്ള തെരച്ചിൽ നടക്കും. ഇന്നിപ്പോൾ ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈശ്വർ മാൽപേ ഒരു 3 ഡൈവാണ് നടത്തിയത്. അദ്ദേഹം ആ 3 ഡൈവ് നടത്തി തിരിച്ചു കയറുമ്പോൾ 3 പാർട്സുകൾ, അതായത് ലോറിയുടെ പാർട്സുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. നാളെ കൂടുതൽ സജ്ജീകരണങ്ങളോടെ തെരച്ചിൽ നടത്തുമ്പോൾ അതിൽ കൂടുതൽ, അതായത് മറ്റ് 3 സ്പോട്ടുകളിൽ കൂടി തെരച്ചിൽ വ്യാപിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആ പ്രതീക്ഷ ഇതിനകം തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ഈ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറവാണ്. അദ്ദേഹത്തിന് റോപ്പ് അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈശ്വർ മാൽപേ. ഇന്നിപ്പോൾ 3 ഭാഗങ്ങൾ ലോറിയുടേത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 ടാങ്കർ ലോറിയുടേത്, മറ്റൊന്ന് അർജുൻ്റേത് തന്നെയാണ് എന്നുള്ളതാണ്. അർജുൻ്റെ ലോറിയിൽ ജാക്കാണ് കണ്ടെത്തിയതെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഉറപ്പന്നെ പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ, ആ ലോറിന്റെ തന്നെ, ഒരു സംശയമില്ല. ഇത് ലോറിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ, ഇത് നമ്മളെ പുതിയ ജാക്കിയാണ്. ഇതേമാരത്തെ ഒരു ജാക്കിയും കൂടി ഉണ്ടാവും ചിലപ്പോൾ. ഒരു വണ്ടിക്ക് 2 സൈഡ് ചിലപ്പോൾ ജാക്കി ഉണ്ടാവും. ഇത് പുതിയ ജാക്കി നമ്മളതാ. ആണ് ധൈര്യത്തിൽ ഇതാക്കാം. ഇത് ലോറിന്റെ ഉള്ളിലല്ല വെക്കുക. ഇത് ലോറിന്റെ പുറത്ത് ബാക്ക് സൈഡിൽ ഒരു 2 ബോക്സ് ഉണ്ടാവും. ഒന്ന് കിച്ചൺ ഐറ്റംസുകൾ ഉണ്ടല്ലോ ചെറിയ. നാളെ നടക്കുന്ന തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്നേക്ക് 29ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നാണ് ലോറിയുടേതെന്ന് പറഞ്ഞൊരു, ഇതിൻ്റെ മുന്നേ നമുക്ക് സംഭവം നടന്ന് 10-12 ദിവസം നമുക്ക് ഇതിലുള്ള വുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉള്ളൊരു വണ്ടിയുടേതായിട്ടുള്ളൊരു തെളിവ് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം 3 തവണയാണ് മുങ്ങിയത്. ആ 3 തവണയും ഓരോ സാമ്പിളായിട്ടാണ് പൊന്തിയത്. അത് നമുക്ക് ഒരു ഊർജ്ജം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. നാളെ ഇവർ ഈശ്വർ മാൽപേയും നേവിയും ഫുൾ പ്ലഡ്ജിൽ തിരച്ചിൽ തുടരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വയനാട്ടിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്ന് 5ഉം വെള്ളാർമല ഭാഗത്തു നിന്ന് 1 ശരീരഭാഗവുമാണ് ഇന്ന് കണ്ടെത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെ കനത്ത മഴയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചു. 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. വെള്ളാർമല മുകൾ ഭാഗത്തു നിന്ന് 1 ശരീരഭാഗം കണ്ടെത്തി. കൈയുടെ ഭാഗമാണ് കണ്ടെത്തിയത്. കനത്ത മഴയെ തുടർന്ന് 1:30 ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് പുത്തുമല ഭാഗത്തു നിന്നുള്ള ആളുകളെ ഇവിടെ നിന്നും മാറ്റി. റീപ്പൺ സ്കൂളിൽ ക്യാമ്പ് തുറന്നു. ഫയർഫോഴ്സ്, NDRF, സന്നദ്ധ സംഘടനാംഗങ്ങൾ എന്നിവരാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഭാഗമായത്. ഇതുവരെ തെരച്ചിൽ നടത്താത്ത കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ചാലിയാർ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ 5 ശരീരഭാഗങ്ങളും ഇന്ന് കണ്ടെത്തി. ജനകീയ തെരച്ചിലിൽ ഉൾവനത്തിൽ നിന്നാണ് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. കനത്ത മഴയെ തുടർന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും ഇന്ന് നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു. 24 വയനാട്. ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാരിന്റെ അടിയന്തര സഹായം നൽകി തുടങ്ങി. ബാങ്ക് അക്കൗണ്ട് വഴി 62 പേർക്ക് 10,000 രൂപ വീതം നൽകിയതായി മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. അതേസമയം ദുരന്ത കാരണം പഠിക്കാനെത്തിയ 6 അംഗ വിദഗ്ധ സംഘം ചൂരൽമലയും മുണ്ടക്കൈയും സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് 10,000 രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ പണം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. ഇങ്ങനെ അക്കൗണ്ട് ഉള്ളവർക്ക് പണം നൽകി തുടങ്ങി. സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകുന്നതെന്ന് മന്ത്രി കെ രാജൻ. നേരിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ എന്ത് കൃത്യതയാണ് ഇതിനുണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വയനാട് ദുരന്തമേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചെന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. കേരളം നൽകുന്ന നിവേദനം പരിശോധിച്ച ശേഷമായിരിക്കും കേന്ദ്ര പ്രഖ്യാപനം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട്
ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി, ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്ത കാരണം പഠിക്കാൻ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം സന്ദർശിച്ചു. ദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന സംഘം 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് വയനാട്ടിൽ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിനു മുന്നിൽ ജീവിച്ചിരിക്കുന്നവർക്കായി ഐക്യദാർഢ്യവുമായി 2 മണിക്കൂർ ഉപവാസം നടത്തി. 24 വയനാട്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമലയിൽ ശക്തമായ മഴ. ചൂരൽമലയിൽ പശു ഒഴുക്കിൽപ്പെട്ടു. പുഴയിൽ കനത്ത ഒഴുക്കാണ്. ചൂരൽമലയിൽ താത്കാലികമായി നിർമ്മിച്ച പാലം മുങ്ങി. സുഹൈൽ മുഹമ്മദ് ചൂരൽമലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. സുഹൈൽ, മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയായിരുന്നു. ഇപ്പോൾ തന്നെ ആശങ്കയിലുള്ള ഒരു പ്രദേശം വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? വലിയ നാശനഷ്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണോ പുറത്തു വരുന്നത്? അനുജ സൂചിപ്പിച്ചതുപോലെ പൊതുവെ വളരെ ആശങ്കയോടെ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വീണ്ടും മഴ വിനയാകുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അത്രത്തോളം ശക്തമായ മഴയാണ്. 2 മണിക്ക് തുടങ്ങിയ മഴ അതേ തുടർച്ചയിൽ, അതേ ഇന്റൻസിറ്റിയിൽ ഒരു 3 മണിക്കൂറുകളും പെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഇരുവന്നിപ്പുഴ ഒഴുകി പോകുന്നിടത്തൊന്നും ഇത്ര ഒഴുക്കുണ്ടായിരുന്നില്ല. വളരെ നേർത്ത് മാത്രമായിരുന്നു പോയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അതിശക്തമായ ഒഴുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കുണ്ട്. ഈ ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് രക്ഷാപ്രവർത്തനം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവസാനിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബെയിലി പാലമാണ്. ബെയിലി പാലത്തിന് സമീപം ഫയർഫോഴ്സ് നേരത്തെ രക്ഷാപ്രവർത്തനത്തിൽ നിർമ്മിച്ച ഒരു താൽക്കാലിക പാലമുണ്ട്. ദൃശ്യങ്ങൾ അത് കാണുമെന്ന് മനസ്സിലാക്കുന്നു. ആ പാലം ഇന്നത്തെ മഴയിൽ തകർന്നിരിക്കുന്നു. അതായത് ആ മഴയുടെ തീവ്രത എത്രത്തോളം ഉണ്ട്, ആഴം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. ഈ പാലത്തിലാണ് ഇന്നൊരു പശു കുടുങ്ങിയത്. പശു അക്കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് പുഴ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ താൽക്കാലിക പാലത്തിന്റെ ഇരുമ്പ് അവശിഷ്ടങ്ങൾക്കിടയിൽ കാല് കുടുങ്ങുകയായിരുന്നു. കാല് കുടുങ്ങിയതോടെ പശുവിന് മുന്നോട്ടേക്കുള്ള സഞ്ചാരം സാധ്യമായില്ല. ഇതോടെ ഫയർഫോഴ്സ് 1 മണിക്കൂറിനടുത്ത് പരിശ്രമിച്ചതിന് ശേഷം പശുവിനെ സുരക്ഷിതമായി കരക്കെടുപ്പിക്കുകയായിരുന്നു. പശുവിന്റെ കാലിന് നിസ്സാരമായ ഒരു പരുക്കുണ്ട്. അതിവിടെ പ്രാഥമിക ചികിത്സ നൽകി. നമുക്കറിയുന്ന പോലെ റെസ്ക്യൂ സമയത്ത് മൃഗങ്ങളെല്ലാം രക്ഷാപ്രവർത്തകർ റെസ്ക്യൂ ചെയ്തിരുന്നു. ഇതിനോടനുബന്ധിച്ച് വെറ്റിനറി ചികിത്സ നൽകുന്ന ഒരു സംഘം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പശുവിന് ഉടൻ തന്നെ ചികിത്സ അത് നൽകാനായി. ഇന്നത്തെ മുണ്ടക്കൈ ഭാഗത്തെ തെരച്ചിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 6 സോണുകൾ തിരിഞ്ഞാണ് അട്ടമല, മുണ്ടക്കൈ, വെള്ളരിമല, പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ തെരച്ചിൽ നടത്തിയത്. രാവിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് അത്രത്തോളം സന്നദ്ധ പ്രവർത്തകരോ രക്ഷാദൗത്യ സേനയോ ഇല്ല. അതായത് അംഗബലം പതിയെ കുറഞ്ഞു വരുന്നു. തെരച്ചിൽ ഔദ്യോഗികമായി നിർത്തിയില്ലെങ്കിലും തെരച്ചിലിന്റെ സ്വഭാവം മാറുന്നുണ്ട്. അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് അതിനപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന് അടയാളപ്പെടുത്തിയ വെള്ളരിമല സ്കൂളിന്റെ പിറകുവശത്ത് നിന്ന് ഒരു മൃതദേഹത്തിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ ഇന്ന് നമ്മൾ അറിയുന്ന പോലെ ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി, ദുരന്ത നിവാരണ അതോറിറ്റി നിയമിച്ച വിദഗ്ധ സമിതി ഇന്ന് പുഞ്ചിരിമട്ടം മേഖലയിൽ പരിശോധന വിദഗ്ധ സമിതി എത്തുന്നു. ഒപ്പം തന്നെ തിരച്ചിലും തുടരുന്നു. ആ സമയത്താണ് 3 മണിക്കൂറോളം നീണ്ടുനിന്ന മഴ ഇന്ന് പെയ്തത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റായലസീമ മുതൽ കോമറൻ മേഖല വരെ ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത. 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ആലപ്പുഴയും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴ അതിശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂരും നാളെ ഓറഞ്ച് അലർട്ടാണ്. അപകട മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. മൂന്നാർ കുണ്ടള ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ അനുമതി. നാളെ രാവിലെ 11 മണിക്ക് ഷട്ടറുകൾ തുറക്കും. ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിൽ എത്തിയതുകൊണ്ടാണ് നടപടി. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ജാഗ്രതാ നിർദ്ദേശമുണ്ടോ?
അനുജ, കുണ്ടളയാറിന്റെ തീരത്ത് ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ഇന്നലെ ശക്തമായ മഴയായിരുന്നു. ഇതിനെ തുടർന്നാണ് കുണ്ടള ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് മാത്രമേ ഈ ഷട്ടറുകൾ ഉയർത്തുകയുള്ളൂ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതമായിരിക്കും ഉയർത്തുക. അത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. അവിടെയും ജലനിരപ്പ് ഉയർന്നാൽ മാട്ടുപ്പെട്ടി ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തുന്ന നടപടിയിലേക്ക് പോയേക്കും. മൂന്നാർ കുണ്ടള ഡാം നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച അധികൃതർ. ഷിരൂരിലെ തിരച്ചിലിന് തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തൃശ്ശൂർ കളക്ടറുടെ റിപ്പോർട്ട്. ഡ്രഡ്ജ് ക്രാഫ്റ്റ് ഗംഗാവലി പുഴയിൽ ഇറക്കാനാകില്ലെന്ന് കളക്ടർ കർണാടക സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇന്ന് കാർവാർ MLA കേരളത്തെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ കണ്ടു ഈ കാര്യത്തിൽ. പക്ഷെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി തന്നെ എന്നതാണോ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്താണ് തടസ്സം? തീർച്ചയായും അനുജ, ഈ സർക്കാർ വൃത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ കാർവാർ MLA ഉയർത്തുന്ന ആരോപണം തികച്ചും തെറ്റാണ്. ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ പേരിൽ തിരച്ചിൽ വൈകിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഈ കർണാടക സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ സർക്കാർ വൃത്തങ്ങളുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറോട് നമ്മൾ ഇത് സംബന്ധിച്ച് പ്രതികരണം തേടിയത്. പക്ഷേ അദ്ദേഹം വിവാദത്തിനൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ 5-ാം തീയതി ജില്ലാ കളക്ടർ ഈ ഔദ്യോഗികമായി തന്നെ ഉത്തര കന്നഡ കളക്ടർക്ക് കൈമാറിയിട്ടുള്ള ഈ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് കൃത്യമായി ഈ അടിയൊഴുക്കുണ്ട്, ആ മേഖലയിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം തയ്യാറാക്കിയിട്ടുള്ളത് 18 അടി താഴ്ച വരെയുള്ള മണ്ണും നീക്കുന്നതിന് വേണ്ടിയാണ്, മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ചെറിയ തോടുകളും കനാലുകളും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയതാണ്. അതൊരിക്കലും ഈ പുഴയുടെ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് അവിടെ പ്രശ്നമായി പറയുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള 3 അംഗ സംഘം ഈ മേഖലയിൽ സന്ദർശനം നടത്തിയാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ 5-ാം തീയതി തന്നെ ഈ ഉത്തര കന്നഡ കളക്ടർക്ക് കൈമാറിയത്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി തലത്തിലും കർണാടക സർക്കാരിനെ ഈ യന്ത്രം അവിടെ ഉപയോഗിക്കുന്നതിന്റെ അപ്രായോഗികത അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾ അനാവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിന്റെ വാദം. തൃശ്ശൂർ കളക്ടർ രേഖാമൂലം തന്നെ അറിയിച്ച പകർപ്പ്, അതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള. ഡ്രഡ്ജർ അവിടെ ഇറക്കാൻ കഴിയില്ല എന്നുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഔദ്യോഗികമായി തന്നെ കേരളം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളി. കോടതി വിധിയെ വനിതാ കമ്മീഷനും മന്ത്രി സജി ചെറിയാനും സ്വാഗതം ചെയ്തു. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. റിപ്പോർട്ട് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യതയെ ഹനിക്കുന്ന ഒന്നും ഉണ്ടാകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധി നടപ്പാക്കുന്നതിന് 7 ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട്. കേസിൽ കക്ഷി ചേർന്ന വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും വ്യക്തിപരമായി വിവരങ്ങൾ ഒഴിവാക്കി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിലപാടെടുത്തു. റിപ്പോർട്ട് പുറത്തുവരേണ്ടത് അനിവാര്യമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. സാംസ്കാരിക പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി. ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ച് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട് ഗവൺമെൻറ് നിലപാട്. WCCയും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. സിനിമാ മേഖലയിലെ നിരവധി സ്ത്രീകൾ നിർണായക വിവരങ്ങൾ കമ്മീഷന് കൈമാറിയിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി 4.5 വർഷത്തിന് ശേഷമാണ് പുറത്തുവിടാനുള്ള സാഹചര്യമൊരുങ്ങിയത്. 24 കൊച്ചി. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.